ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഇത് ഇയ്യോബ് പറയുന്നതാണ്. ഹല്ലേലൂയ. തൻ്റെ സ്നേഹിതന്മാരോട് പറയുന്നത്. ആ സമയത്ത് ഇയ്യോബിന് സകലം നഷ്ടപ്പെട്ടു. 10 മക്കളുണ്ടായിരുന്നു, 3 പെൺമക്കളും 7 പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം മരിച്ചുപോയി, എല്ലാവരും പട്ടുപോയി, എല്ലാവരും നശിച്ചു, സ്വത്തെല്ലാം തീർന്നു. ഇയ്യോബിന് ചൊറിയും ചിരങ്ങുമായിട്ട് ഇയ്യോബ് ഹല്ലേലൂയ ചാരത്തിലിരുന്ന് ചൊറിയൊക്കെ ചിരണ്ടി ഹല്ലേലൂയ വേദനയൊക്കെ സഹിച്ചിരിക്കുന്ന ഇയ്യോബ് ഹല്ലേലൂയ. ആ ഇയ്യോബിൻ്റെ അടുത്ത് ആശ്വസിപ്പിക്കാനായിട്ട് വന്ന 3 സ്നേഹിതന്മാർ. ആ സ്നേഹിതന്മാരുടെ മുമ്പിൽ ഇയ്യോബ് പറയുന്ന സംഭാഷണമാണിത്. ഹല്ലേലൂയ. ഞാൻ പേടിച്ചിരുന്നത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും. നമ്മൾ എന്താണോ പേടിക്കുന്നത് അത് നമ്മൾ ഉറപ്പിക്കരുത്. ഹല്ലേലൂയ. അതിനെ നമ്മൾ അപ്പോൾ തന്നെ ശാസിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ നമ്മൾ ജയമെടുക്കാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. നമുക്ക് വിരോധമായി ഒരു ആയുധവും ഫലിക്കയില്ലെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ വചനം ഇവിടെ വ്യക്തമായി പറയും. യോബിൻ്റെ ജീവിതത്തിൽ യോബ് ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഇയാൾ ഒരുപാട് പേടിപ്പാനായിട്ടിടയായി അല്ലേ. ഹല്ലേലൂയ. അപ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ യോബിന് ഒരിക്കലും തരണം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങൾ യോബിൻ്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം യോബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൽ ഉറച്ചു നിൽക്കുക. ഏത് പ്രതികൂലം വരട്ടെ, ഏത് പ്രതിസന്ധി, ഒരുപക്ഷെ നിൻ്റെ മുമ്പിൽ യോർദാൻ കലങ്ങി മറിഞ്ഞു നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ ചെങ്കടലിൻ്റെ മുമ്പിലായിരിക്കാം. നിനക്ക് മുമ്പിൽ വഴിയില്ലെന്നും നിനക്ക് പോകാൻ കഴിയത്തില്ലെന്നും പറഞ്ഞ് ഹല്ലേലൂയ നീ കരഞ്ഞ് നിലവിളിച്ച് ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങൾ ഹല്ലേലൂയ പകലാക്കി നീ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു ദൈവവൈതലാണ്. നിശ്ചയമായിട്ട് ഹല്ലേലൂയ ആകാശം ചായ്ച്ച് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അവൻ ഇന്നും എന്നും എന്നേക്കും അനന്യനായ കർത്താവാണ്. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ടിടയും. നീ വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നീ ഭയപ്പെടുന്നത് ഹല്ലേലൂയ നിനക്ക് സംഭവിക്കത്തില്ല. നീ അത് വിശ്വസിക്കേണ്ട. നീ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം നീ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. നിൻ്റെ മേലെ എന്തൊക്കെ വാഗ്ദത്തങ്ങൾ കർത്താവ് തന്നിട്ടുണ്ടോ ഈ ദിവസങ്ങളിൽ ആ വാഗ്ദത്ത നിവൃത്തിയുടെ പടിക്കലാണ് നീ എന്നുള്ള ബോധത്തോടെ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ദൈവവേദലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ശാശ്വത നാട്ടിലെത്തണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. പതിയിരിപ്പ് ശക്തികളുണ്ട്, വഴിയിൽ നമ്മളെ നശിപ്പിച്ച് കളയുന്ന ശക്തികളുണ്ട്. ഹല്ലേലൂയ. അതിന്മേലൊക്കെ നമുക്കൊരു ജയമെടുക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാതെ വേറെ വഴിയില്ല, ഉപവസിക്കാതെ വേറെ വഴിയില്ല, പ്രാർത്ഥിക്കാതെ വേറെ വഴിയില്ല. രാത്രിയുടെ യാമത്തിൽ കർത്താവ് വീണ്ടും വീണ്ടും പറയും, നീ എന്താണോ പേടിക്കുന്നത് അത് സംഭവിക്കത്തില്ല. ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് ക്യാൻസലായി പോവും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയ. നീ വാലല്ല തലയാകുമെന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.